PM-ശ്രീയിൽ ഒപ്പിടാൻ ഇടതു സർക്കാർ നിർബന്ധിതമായതെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പദ്ധതിയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ കേന്ദ്ര ഫണ്ടുകൾ അന്യായമായി തടഞ്ഞുവെച്ചു. ഈ ഫണ്ടുകൾ പ്രതീക്ഷിച്ച് തന്നെയാണ് കഴിഞ്ഞ സർക്കാർ ഒപ്പിടാൻ നിർബന്ധിതമായതെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ കരാറിൽ നിന്നും പിന്മാറാൻ ഇപ്പോൾ കഴിയില്ല. അതിനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമാണെന്നും എൻ ഷംസുദ്ദീൻ വ്യക്തമാക്കി. ഈ കരാറ് കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ട കരാറിന്റെ സവിശേഷത എന്ന് പറയുന്നത് അതിൽ സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. യൂണിലേറ്ററലാണ്. പിന്മാറാനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രം നിക്ഷിപ്തമായി കൊടുത്തിരിക്കുകയാണ്. പിന്നെ അന്യായമായി ഇത് ഒപ്പിടാത്തതിന്റെ പേരിൽ മറ്റ് കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ. കഴിഞ്ഞ സർക്കാർ ഒപ്പിടാൻ നിർബന്ധിതമായത് ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. PM-C കരാറുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയവാദമാണ് സംസ്ഥാനത്തുള്ളത്. കഴിഞ്ഞ സർക്കാർ രാഷ്ട്രീയ തീരുമാനമെടുത്ത് അതിൽ ഒപ്പിടുകയായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ അങ്ങനെയല്ല. SSK ഫണ്ട് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കണമെങ്കിൽ അന്ന് കരാറിൽ ഒപ്പിട്ടേ മതിയാകൂ എന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒപ്പിട്ടത്. പിന്നീട് രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് പിന്മാറാൻ അല്ലെങ്കിൽ അത് മരവിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്രത്തെ അറിയിച്ചു എന്നാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം, മുൻ ഭരണപക്ഷം പ്രധാനമായും വാദിക്കുന്നത്. ആ ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇന്ന് ലീഗിന്റെ നേതാവ് കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ സഭയിൽ നടത്തിയത്. PM-C കരാർ ഒപ്പിട്ടാൽ 152 ബ്ലോക്കുകളിൽ 34 സ്കൂളുകൾക്ക് ഓരോ കോടി രൂപ വീതം 3 വർഷം ലഭിക്കുമായിരുന്നു. അങ്ങനെ ഏതാണ്ട് 900-ൽ പരം രൂപ, 1000 കോടിയിൽ താഴെ തുക ആ രീതിയിൽ സർക്കാരിന് ലഭിക്കേണ്ടതായിരുന്നു. അതിനു പുറമെ കേന്ദ്ര ഫണ്ട്, മറ്റു ഫണ്ടുകളും അന്യായമായി തടഞ്ഞു വെച്ചു. നിരവധി കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞു വെച്ചു. SSK ഫണ്ടിൽ നിന്ന് പണം ലഭിക്കേണ്ടതായിരുന്നു. ഇതെല്ലാം ഉൾപ്പെടുത്തി 2000 കോടിയോളം രൂപ ഈ കരാറിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നഷ്ടമാകുമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഫണ്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് അന്നത്തെ സർക്കാർ ഈ കരാർ ഒപ്പിടാൻ നിർബന്ധിതമായി എന്നാണ് ഇന്ന് ഷംസുദ്ദീൻ വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, ഈ കരാറുമായി ബന്ധപ്പെട്ട മറ്റ് കൂടിയാലോചനകളിലേക്ക് കഴിഞ്ഞ സർക്കാർ കടന്നിട്ടില്ലെന്നും ഷംസുദ്ദീൻ ന്യായീകരിച്ചു. അതായത് എന്താണോ ഈ വിഷയത്തിൽ LDF ഇടതുമുന്നണിയും അതുപോലെ തന്നെ മുൻ സർക്കാരും പറയുന്നത് അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഷംസുദ്ദീന്റെ ഭാഗത്തുനിന്നുണ്ടായ. നിയമസഭയിലടക്കം വലിയ ആരോപണമാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം മന്ത്രിസഭയെ അറിയിക്കാതെ, LDF അറിയിക്കാതെ രാത്രിയുടെ മറവിൽ പോയി കരാറിൽ ഒപ്പിട്ടു എന്ന ആരോപണമാണ് രാഷ്ട്രീയമായി UDF LDF ഉന്നയിക്കുന്നത്. അവിടെ LDF-ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ തന്നെ നടത്തിയത്. PM-ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ കരിക്കുലത്തിൽ ഇടപെടില്ലെന്ന് V. മുരളീധരൻ MLA. NCERT ആണ് കരിക്കുലം തയ്യാറാക്കുന്നത്. കരിക്കുലത്തിൽ മാറ്റം വരുത്താനുള്ള പദ്ധതിയല്ല PM-ശ്രീ. സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം വെച്ച് കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കരുത്. തമിഴ്നാടും കർണാടകയും ഒഴികെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പദ്ധതി നടപ്പിലാക്കിയെന്നും മുരളീധരൻ പറഞ്ഞു. ഈ PM-ശ്രീ പദ്ധതിയിൽ ഒരു തരത്തിലുള്ള കരിക്കുലത്തിൽ മാറ്റം വരുത്താനുള്ള പദ്ധതിയല്ല. എന്താ പറയുന്നത്? ഇംപ്രൂവിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, സ്മാർട്ട് ക്ലാസ് റൂംസ്, ലബോറട്ടറീസ് ആൻഡ് ലൈബ്രറീസ്. അവിടെ എവിടെയാ ഈ കരിക്കുലത്തിന്റെ കാര്യം? ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഗ്രീൻ സ്കൂൾസ്, സ്കൂൾസ് ആസ് മെന്റേഴ്സ് ഓഫ് നെയ്ബറിംഗ് സ്കൂൾസ്. ഇതിലെവിടെയാ ഈ കരിക്കുലം? കരിക്കുലം ഒന്നും കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വിഭാവനം ചെയ്തിട്ടേ ഇല്ല. കരിക്കുലം എല്ലാ കാലത്തും NCERT-യുടെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, ആ കരിക്കുലം ഫ്രെയിംവർക്ക് PM-ശ്രീ ഉണ്ടായാലും ഇല്ലെങ്കിലും അതിന് NCERT-ക്ക് ഒരു റോളുണ്ട്, സംസ്ഥാനത്തെ SCERT-ക്ക് റോളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കരിക്കുലം ഉണ്ടാകുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഈ കേരളത്തിലെ ഈ ചർച്ചകള് സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക്, രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കരുത് എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.